Assalamualaikum dear friends, welcome back to Shami's World. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ആവിയിൽ വേവിച്ചെടുത്ത വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്ന ഒരു കിടിലൻ ടേസ്റ്റുള്ള 4 മണി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്, കഴിക്കാനായിട്ട് നല്ല കിടിലൻ ടേസ്റ്റുമാണ്. നമ്മുടെ വീട്ടിലുള്ള അരിപ്പൊടിയും മുട്ടയും വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഈ അടിപൊളി മധുരം തയ്യാറാക്കുന്നതിന് ആദ്യം വേണ്ടത് ഒരു സോസ് പാൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തു. ഇനി ഇതിലോട്ട് നമ്മൾ 3/4 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. രണ്ടാമത്തെ കപ്പ് ഒഴിച്ചു കൊടുത്തു. മൂന്നാമത്തെ കപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന്റെ ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാല് തിളയ്ക്കുമ്പോൾ കുറച്ച് പാലെന്ന് കുറയും. അപ്പം നമുക്ക് ഈ പലഹാരത്തിന് വേണ്ടത് 3 കപ്പ് പാലാണ്. അതുകൊണ്ടാണ് തിളച്ച് കഴിഞ്ഞാൽ കുറച്ച് പാലെന്ന് കുറയും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 3/4 കപ്പ് പാലെടുത്തിട്ടുള്ളത്. ഈ പാലെന്ന് തിളച്ച് വരട്ടെ. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് പാലെന്ന് തിളപ്പിച്ചെടുക്കാം. ഈ പാലെന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് പാല് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പാല് വെച്ചിട്ടുള്ള ഏത് പലഹാരം ഉണ്ടാക്കിയാലും ആദ്യമേ തന്നെ പാല് തിളപ്പിച്ച് വെക്കുക. അപ്പോൾ നമ്മൾ കവർ പാലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യമേ തന്നെ പാല് തിളപ്പിച്ച് നമുക്ക് മാറ്റി വെക്കണം. അപ്പോൾ നമ്മുടെ പാല് ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി പാലത് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് മാറ്റാം. അടുത്തതായിട്ട് ഫ്ലെയിം ഓൺ ആക്കി ഒരു അടികട്ടിയുള്ള ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 2, 3, 4, 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തു. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചു കൊടുക്കാനുള്ളത്. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ നിറമാകണം നമുക്ക്. അപ്പോൾ തീ കൂട്ടി വെച്ച് കൊടുക്കാൻ പാടില്ല. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പ്രോസസ്സ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. കൂടുതൽ കളറും ടേസ്റ്റും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അല്ലാതെ തന്നെ നമ്മൾ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാണ് ഈ പലഹാരത്തിന്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് കളർ മാറി വരട്ടെ. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ ലൈറ്റ് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. കുറച്ചും കൂടെ ഒന്ന് ബ്രൗൺ ആവാനുണ്ട്. കൂടുതൽ അങ്ങ് ബ്രൗൺ ആവാൻ പാടില്ല, എന്നാൽ പിന്നെ കരിഞ്ഞു പോവും, കയ്പ്പ് രസം ഉണ്ടാവും. കുറച്ചും കൂടി ഒന്ന് ബ്രൗൺ ആവാനുണ്ട്. മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. അപ്പോൾ അതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ പലഹാരം സെറ്റ് ചെയ്യാൻ പോകുന്നത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ പോകുന്നത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്നും ഞാൻ തടവിയിട്ടില്ല. ഇനി ഒന്ന് എല്ലാ വശത്തും നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരുപോലെ ഞാൻ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഈ പലഹാരത്തിന് മെയിൻ ചേരുവായിട്ടുള്ള നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള അരിപ്പൊടിയാണ്. ബൗളെടുക്കുക. അതിലോട്ട് 5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ വേണം ലെവൽ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. 1 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തേത് 3, 4ാമത്തെ സ്പൂണ്. അപ്പോൾ 5ാമത്തെ ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തിളപ്പിച്ച് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ച 3/4 കപ്പ് പാലിൽ നിന്നും 1/2 കപ്പ് പാല് ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല തണുത്ത പാലാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 1/2 കപ്പ് പാല് ഞാൻ ചേർത്ത് എടുത്തിട്ടുണ്ട്. ഇനി കട്ടയൊന്നുമില്ലാതെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. എന്നാൽ മാത്രമേ നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ മാത്രമേ ഈ പലഹാരത്തിന് നല്ല സോഫ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ കട്ടയൊന്നുമില്ലാതെ നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അരിപ്പൊടിയും പാലും നല്ല സ്മൂത്ത് ആയിട്ട് ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടയൊന്നുമില്ല, നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു സോസ് പാൻ ഞാൻ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ച ബാക്കി പാലുണ്ടല്ലോ, അത് എത്രയാണെന്ന് ഞാൻ അളന്ന് കാണിച്ചു തരാം. നമുക്ക് 2.5 കപ്പ് പാലാണ് ആവശ്യം. 1 കപ്പ് എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കപ്പും ഞാൻ എടുത്തു. ഇതാ 1/2 കപ്പ് പാലും കൂടെ എടുത്തിട്ടുണ്ട്. കറക്റ്റ് 2.5 കപ്പ് പാല് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ 1/2 ലിറ്റർ പാല് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള കപ്പിൻ്റെ അളവ് 250 ml കപ്പിൻ്റെ അളവാണ്. ആ കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചായ കുടിക്കുന്ന കപ്പിൻ്റെ അളവിന് വേണം എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച അരിപ്പൊടിയുടെ മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുറുക്കി എടുക്കണം നമുക്ക്. ഇനി നമുക്ക് കൈവിടാതെ ഇളക്കി കൊടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുറുക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം അങ്ങ് കൂട്ടി വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് പഞ്ചസാര ഒന്ന് അലിഞ്ഞ് പാലും അരിപ്പൊടിയും നന്നായിട്ട് കുറുകി വരണം.
അപ്പോൾ നമുക്ക് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കാം. കൈവിട്ട് പോകുകയാണെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. അതുകൊണ്ട് ഇത് കുറുകുന്നത് വരെ നമുക്ക് കൈവിടാതെ ഇളക്കി കൊടുക്കണം. ഈ പലഹാരം നല്ല ടേസ്റ്റാണ്. വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകും. ഈ അരിപ്പൊടിയിലെ ഒരു കുത്തലോ ഒന്നും തന്നെ കാണില്ല. നല്ല സോഫ്റ്റുമാണ്. അതുമാത്രമല്ല നല്ല വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകും. അതുമാത്രമല്ല എണ്ണയോ നെയ്യോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മീഡിയം ഫ്ലെയിമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാൻ പാടില്ല. എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് ഇല്ലാതായി പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാൻ. അപ്പോൾ നന്നായിട്ട് കൈവിടാതെ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ കുറുകി തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാൻ. ഒന്ന് നന്നായിട്ട് കുറുകി വരണം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് 1 മിനിറ്റും കൂടെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഇതുപോലെ ക്രീമി ആയിട്ട് നമുക്ക് കിട്ടണം. കട്ടയൊന്നും ഇല്ലാതെ നല്ലോണം കുറുകി ഈ സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇതുപോലെ കുമിളകളൊക്കെ വരുമല്ലോ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇതൊന്ന് ചെറുതായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ കട്ട കെട്ടി പോവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ കട്ട കെട്ടി പോകും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതൊന്ന് ഇളം ചൂടായിട്ട് നമുക്ക് വരണം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചപ്പോൾ ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ പലഹാരം നല്ലൊരു സോഫ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 മുട്ട എടുത്തു. ഇനി ഇതൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ വെച്ചോ ഒരു ഫോർക്ക് വെച്ചോ ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് അങ്ങ് പറഞ്ഞു വരേണ്ട ആവശ്യമില്ല. അപ്പോൾ മുട്ട നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ കയ്യിലും ഉള്ളത് ഏലക്കപ്പൊടിയാണല്ലോ. അതുകൊണ്ട് ഞാനിവിടെ 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പഞ്ചസാരയും കൂടി പൊടിച്ചിട്ടുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 സ്പൂൺ എടുത്താൽ മതി. ഇനി ഇതും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വാനില എസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മിക്സായി വന്നു. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മിക്സ് ഇതിലോട്ട് കുറേശ്ശെ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കി മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ മിക്സ് ചൂടോടെ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ മുട്ട വെന്ത് പോകും. അതുകൊണ്ടാണ് തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ നല്ലോണം തണുത്തതിന് ശേഷം, അല്ലെങ്കിൽ ചെറിയ ചൂടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നല്ലോണം തണുത്തതിന് ശേഷം ഇത് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ കട്ടയായിട്ട് കിടക്കും. അതൊന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. മുഴുവനും ഞാൻ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമുക്ക് അരിച്ചെടുക്കാം. ഇതിൻ്റെ ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ആ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അരിച്ചെടുക്കുമ്പോൾ ഈ പലഹാരം നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പഞ്ചസാര ഉരുക്കി മാറ്റി വെച്ച നമ്മുടെ പാത്രം ഉണ്ടല്ലോ, അത് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ടാണ് നമ്മൾ അരിച്ചൊഴിക്കാൻ പോകുന്നത്. ബാക്കിയും കൂടി അരിച്ചൊഴിക്കാം. നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മുടെ ഈ പലഹാരം നല്ല സോഫ്റ്റ് ആയിരിക്കുകയും ചെയ്യും. തരികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോയി കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ തരികൾ കണ്ടല്ലോ. ഇനി നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ആവിയേറ്റി എടുക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മുടെ പലഹാരം ആവിയേറ്റത്തിന് വേണ്ടിയിട്ട് ഇഡ്ഡലി ചെമ്പുണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ സ്റ്റീമർ എടുക്കുക. ഞാനിവിടെ ഇഡ്ഡലി ചെമ്പാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ഇതിൻ്റെ പുറത്ത് ഞാൻ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുകയാണ്. ഒരു തട്ടുണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി. ഇനി നമ്മുടെ മിക്സ് സെറ്റ് ചെയ്ത പാത്രം ഇതിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളം ചൂടാവുന്നതിന് മുമ്പ് വേണം വെച്ച് കൊടുക്കാൻ. വെള്ളം ചൂടായി കഴിഞ്ഞാൽ നമ്മൾ സൈഡിലൊക്കെ കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. സൈഡിലൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ കൈ പൊള്ളിപ്പോവും. ഇനി നമുക്ക് ഒരടപ്പ് വെച്ച് മൂടാം. അപ്പോൾ നമ്മളിങ്ങനെ മൂടിക്കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആവി കയറ്റുമ്പോൾ ഇതിൻ്റെ പുറത്ത് വെള്ളം വീഴാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൂടിക്കൊടുത്തത്. ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു 30 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് 30 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തുള്ള പ്ലേറ്റ് മാറ്റാം. അപ്പോൾ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി വെന്തിട്ടുണ്ടോ നമുക്ക് ഒരു ടൂത്ത് പിക്ക് വെച്ച് നമുക്ക് കുത്തി നോക്കാം. അപ്പോൾ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് 30 മിനിറ്റ് കഴിഞ്ഞും വെന്തിട്ടില്ല എങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് പുറത്തെടുക്കാം. ഇനി ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇത് വെടിയിച്ചെടുക്കാൻ പാടുള്ളൂ.
ഇനി ഇത് നന്നായിട്ട് തണുത്തിട്ട് വരട്ടെ. അപ്പോൾ അത് ഏകദേശം തണുത്ത് വന്നിട്ടുണ്ട്. ഇളം ചൂട് ചെറുതായിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡൊക്കെ ഒന്ന് ഒരു കത്തി കൊണ്ട് വിടിയിച്ചു കൊടുക്കാം. അപ്പോൾ ആ സൈഡെല്ലാം ഞാൻ വിടിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡീമോൾഡ് ചെയ്യാം. ഒരു പാത്രം വെച്ചതിന് ശേഷം അതൊക്കെ നമുക്ക് നമുക്കിനി തുറന്ന് നോക്കാം. നല്ല അടിപൊളി സെറ്റായിട്ട് ഇതാ വന്നിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിത് അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്ന് കഴിക്കുമ്പോൾ പറയേയില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. നല്ല സോഫ്റ്റാണ്. അത് തൊടുമ്പോൾ തന്നെ അത് മുറിഞ്ഞു വരുന്നുണ്ട്. കണ്ടോ? അപ്പോൾ നല്ല സോഫ്റ്റ് ആണ്. കണ്ടല്ലോ, നല്ല പഞ്ഞി പോലെ ഇരിപ്പുണ്ട്. അപ്പോൾ വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകും. അത്ര നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റ് ആണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഒരു പീസിൽ നിന്ന് ഞാൻ ഒന്ന് സ്പൂൺ കൊണ്ട് മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആണ്. തൊടുമ്പം തന്നെ ഇതാ വരുന്നതുണ്ടോ? നല്ല കാണാൻ നല്ല രസമുണ്ടല്ലേ? കാണാൻ വേണ്ടിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് കാരമലിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ തണുപ്പിച്ച് വെച്ച് കഴിച്ചാൽ അതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്